കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പഠിക്കുക. എക്സാം എടുത്തിരിക്കല്ലേ? തനിക്ക് പഠിക്കണ്ടേ? ഞാനൊരു എക്സാം എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുക. റിസൾട്ടോ? അതിന് യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങില്ലല്ലോ. ഇത് വേറൊരു എക്സാം. കാലത്തെ ഈ റെഡ് കളർ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. അതുകൊണ്ടാ ഞാനും ഈ റെഡ് ഡ്രസ് ഇട്ട്. ഓ ഓ ഓ ഓ അങ്ങനെ. എന്നാൽ ആ പരീക്ഷയിൽ തോറ്റത് തന്നെ. എനിക്ക് താല്പര്യമില്ല. നമ്മളെ വെറുതെ വിട്ട. ആദ്യമായിട്ടായിരിക്കും തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. നിന്നെ കണ്ടുകൊതിച്ചിട്ടുള്ള 1000 ചെറുപ്പക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല. ഐ ആം എ ഫ്രീ ബേർഡ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ ലവ്, റൊമാൻസ്, ഔട്ടിംഗ് ഇതിലൊന്നും താല്പര്യമില്ല. എസ്റ്റേറ്റ്സ്, ഇൻഡസ്ട്രീസ്, എയർവേസ്, എക്സ്പോർട്സ്, ഇമ്പോർട്സ്, അറിവായ കാലം മുതൽ ഇതിന്റെയൊക്കെ ടെൻഷനില്ല. പേ റിവിഷൻ, ലേബർ പ്രോബ്ലംസ്, ഗവൺമെന്റ് ഇന്റർഫിയറൻസ്, അങ്ങനെ ഒരു 100,000 പ്രോബ്ലംസ്. ഇതിനിടയിൽ റൊമാൻസിനൊക്കെ എവിടെ സമയം കിട്ടാൻ? അച്ചായന് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ? ഒന്നും എന്റേതല്ല, എല്ലാം ഡാഡിയുടേതാണ്. ഞാൻ സ്വന്തമായ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജപ്പാനിലെ ഫുക്കുക്കുവാക്ക കമ്പനിയുമായി ഒരു കൊളാബറേഷൻ. ഓട്ടോമൊബൈൽസ്? യു ആർ റൈറ്റ്. അടുത്ത് തന്നെ ഹിറോഷിമയിലേക്ക് ഒന്ന് ഫ്ലൈ ചെയ്യണം. Then I will also fly with you. ഓ സോറി, എനിക്കതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല താൻ എനിക്കൊരു മാച്ച് അല്ല. മനസ്സിലായില്ല. ഞാൻ വലിയ ചുങ്കത്തറയിലെ ചെക്കന. അത്രയും ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ഒരു പെണ്ണിനെ കെട്ടാനേ ഡാഡി സമ്മതിക്കൂ. ഞങ്ങളുടെ നല്ല ഫാമിലിയാ. ആയിരിക്കും, പക്ഷെ വലിയ ചുങ്കത്തറയുടെ അത്ര വലില്ലല്ലോ. ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്യല്ല. മോള് പോയിരുന്ന് പഠിക്കും. വെറുതെ പ്രതീക്ഷ വെച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല. മാത്രമല്ല സ്ത്രീകളെ നിരാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ചെല്ല് ചെല്ല്. അച്ഛാന്റെ വാചകം കേട്ട് ഞങ്ങൾ കണ്ണും തള്ളി നിൽക്കുക. ഇവളുമാരൊക്കെ ഇടയിൽ ജീവിക്കണ്ടേ? എന്നാലും എന്ത് പണിയാ കാണിച്ചേ? കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ പുറം കൈ കൊണ്ട് ആരെങ്കിലും തട്ടിക്കളയോ? ഇതുപോലൊരു പെണ്ണ് വന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആ നിമിഷം ഒരു താലിയും മാലയും വാങ്ങി അവളുടെ കഴുത്തിലോട്ട് കെട്ടും. അത് കഴിഞ്ഞ് അവർക്ക് ഞാൻ എന്ത് കൊടുക്കും? എടാ, ആദ്യം ജീവിക്കാൻ ഒരു ജോലി ഉണ്ടാക്ക്, പിന്നീട് മതി ഫാമിലി പ്ലാനിങ്. എന്നാലും ഇത്ര അർത്ഥം മുറിച്ച് പറയണ്ടായിരുന്നു. എന്റെ വാചകം കേട്ട് ഞാനൊരു കോടീശ്വരനാണെന്നാണ് അവളുടെ വിചാരം. ഇവിടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആരെയൊക്കെ വെട്ടിച്ചും തട്ടിച്ചുമാണെന്ന് നമുക്കല്ലേ അറിയൂ. അവള് കോടീശ്വരിയാ. നല്ലൊരു ഒന്നാന്തരം തറവാട്ടിൽ പിറന്ന സമ്പന്നനായ ഒരു IAS കാരനോ ഡോക്ടറോ എഞ്ചിനീയറോ അവളെ കെട്ടാൻ വരും. ഈ അത്തപ്പാടിയായി ഞാനെന്തിനാ വെറുതെ അവളുടെ ജീവിതം തുലയ്ക്കുന്നത്? ആശിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, അതാ വിളിച്ചിട്ട് വരാഞ്ഞത്. നിന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സൂര്യ ഇൻഡസ്ട്രീസ്, സൂര്യ ഹോളിഡേ റിസോർട്ട്സ്, സൂര്യ വാട്ടർ പ്രോജക്ട്സ്, സൂര്യ ടൂറിസം പ്രോജക്ട്സ്. ഡാഡി പടുത്തുയർത്തിയ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അൺക്രൗണ്ട് ക്വീൻ മിസ് സൂര്യ ശങ്കർ. പക്ഷേ നിന്റെ പുതിയ പദ്ധതി ഡാഡിക്ക് അത്രയ്ക്കും ഇഷ്ടമായില്ല. ഓൾ റൈറ്റ്, എന്റെ ഒറ്റ മോളല്ലേ. പിന്നെ ഹോസ്റ്റൽ കെട്ടിടത്തിലുള്ള അഡ്വാൻസ് തുകയുടെ ചെക്ക് പാസ്സായി പോയിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ ഒരു ഫ്രീഡം ഇല്ല, പഠിക്കാനേ പറ്റണില്ല. മോളെ, ഇന്നും ഇന്നലെയോ ഒന്നും അല്ലല്ലോ ഡാഡി നിന്നെ കാണാൻ തുടങ്ങിയത്. ബട്ട് ഐ നോ യു വെരി വെൽ. യു വിൽ നെവർ ക്രോസ് ദ ലിമിറ്റ്സ്. പിന്നെ വല്ല പരിചയക്കുറവ് കൊണ്ടുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ ഡാഡി ചൂണ്ടിക്കാണിക്കണ്ടേ? പക്ഷെ ഒരു കാര്യം, നിനക്കുള്ള സൈനിങ് പവർ നീ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. 18 വയസ്സ് കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാ ഈ ചെക്ക് ഒപ്പിടലും ഫയൽ നോക്കലും. എന്തിനല്ല എന്റെ പേരിൽ എഴുതി വെച്ചത്? സൂര്യ ഇൻഡസ്ട്രീസിന്റെ എല്ലാ പവറും എനിക്ക് തന്നത് അതും ഡാഡി ജീവിച്ചിരിക്കുമ്പോ. പ്ലീസ് എന്നെ ഒഴിവാക്ക്. നിനക്കറിയോ, എയർ കണ്ടീഷൻ ബംഗ്ലാവിൽ താമസിച്ച് എയർ കണ്ടീഷൻ കാറിൽ സഞ്ചരിച്ച് സ്റ്റാർ ലൈഫ് ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രമുഖരായ പല നേതാക്കന്മാരും ഒറ്റ പൈസ കയ്യിലില്ലെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. എല്ലാ ബിസിനസ്സുകളിലും ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇപ്പൊ ഞാൻ പാപ്പര, ഈ കാണുന്ന സ്വത്തൊക്കെ നിന്റെ പേരില. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഡാഡി അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. എനിക്ക് സൂര്യ ഇഷ്ടമാണ്. അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. നോ, ഐ വോണ്ട് ബിലീവ്. ഇന്ന് ഏപ്രിൽ 1 അല്ലേ? മാത്രമല്ല ഇത്ര എമർജൻസി ആയി എന്നെ ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴേ എന്നെ ഫൂളാക്കാനാണെന്ന് തോന്നി. ഏപ്രിൽ 1 ആണെന്ന കാര്യം ഞാൻ ഓർത്തില്ല. ഏതായാലും അതും ഭാഗ്യമായി. ഡെൽഹൌസിയുടെയും എമിലിയുടെയും, ഫ്രെഡറിക് മാർട്ടിന്റെയും സിസിലിയുടെയും, ലോർഡ് ലിവിങ്സ്റ്റന്റെയും ടെൽമയുടെയും പ്രേമം പോവിട്ടത് ഒരു ഏപ്രിൽ 1 അവരെല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചു മരിച്ചു. അവരൊക്കെ ആരാ?
അവരൊക്കെ എന്നെ പോലെ കോടീശ്വരന്മാരായി. ബാബുച്ചായ ഒരുപാട് ബുക്സ് വായിക്കാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്നെ പുസ്തകപ്പുഴു എന്നാണ് വിളിക്കുന്നത്. ഞാനും അങ്ങനെയാ. മിൽസൺ ബൂണിൽ തുടങ്ങി അരുന്ധതി റോയിലെത്തി നിൽക്കുന്നു. മിൽസൺ ബൂണും അരുന്ധതി റോയും അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമ്മുടെ കാര്യം പറയാം. തനിക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പൊ അന്ന് ഒഴിഞ്ഞു മാറിയതോ? കോടീശ്വരന്മാർ അങ്ങനെയാണ് കുട്ടി. ചിലപ്പോൾ ഒഴിഞ്ഞു മാറും, പിന്നീട് അഭിപ്രായം മാറ്റും. എന്നാൽ ഈ കോടീശ്വരൻ അങ്ങനെയല്ല. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നു, അത്ര തന്നെ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അച്ചായന് ഇഷ്ടമാവില്ല. അതുകൊണ്ട് പക്ഷേ തന്റെ ഡാഡി ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? ഡാഡിയേക്കാൾ വലിയൊരു പണക്കാരന്റെ പ്രപ്പോസൽ വന്നാൽ ഡാഡി സമ്മതിക്കാതിരിക്കുവോ? ഐ എം ഷുവർ ഹി വിൽ അക്സെപ്റ്റ് യു. അത് ശരിയാ. അപ്പൊ തന്റെ ഡാഡി പണമുള്ള ഏത് കോന്തനെയും കെട്ടിച്ചു തരും അല്ലേ? അങ്ങനെ ഒരു കോന്തനെ എനിക്കും ഇഷ്ടമാകണമെന്ന് മാത്രം. ദാറ്റ്സ് ഗുഡ്. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കല്യാണ കാര്യമാണ് ഡാഡിയുടെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാൻ യെസ് എന്ന് പറഞ്ഞ മതി, ഡാഡി മുഹൂർത്തം കുറിക്കും. ഏതായാലും സമയം സന്ദർഭവും നോക്കി സംഗതി അവതരിപ്പിക്കണം. എന്ത് സംഗതി? ഞാനൊരു കോന്തനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കോടീശ്വരനായ കോന്തൻ, അത് പറയാൻ മറക്കരുത്. ആവശ്യമുണ്ട്. സൂര്യ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയിലേക്ക് ജനറൽ മാനേജറായി ഒരു MBA കാരന് ആവശ്യമുണ്ട്. സുന്ദരനും സൽസ്വഭാവിയുമായ അവിവാഹിതർക്ക് മുൻഗണന. എന്ത് 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 സൽസ്വഭാവിയായ അവിവാഹിതനോ? ഇതെന്തിനാ മേനെ നമ്മൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത്? ജനറൽ മാനേജർ അവിവാഹിതനായിരിക്കണം. ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. എന്റെ ഒരു മറവി. എന്ത് ചെയ്യാൻ സാറേ, 20-ാം പിറന്നാളിലന്ന് ഈ പറമ്പിൽ വെച്ച് ഈ തലയിൽ ഒരു തേങ്ങ വീണതാ. അന്ന് മുതൽ തുടങ്ങിയതാ ഈ മറവി. പക്ഷെ അതൊരു ഭാഗ്യായിട്ടോ. അന്ന് മുതലാ ഞാൻ അവിടെ പെർമനന്റ് സ്റ്റാഫായത്. തന്റെ തന്തയുടെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. നോക്കണ്ട. അന്ന് തേങ്ങ വീണ നേരം കൊണ്ട് ആ തെങ്ങ് തന്നെ തന്റെ തലയിലേക്ക് വീണിരുന്നെങ്കിൽ ഇന്ന് ഈ ശല്യം ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു പരസ്യം എന്തിനാണെന്ന് പറയടോ അരങ്ങമ്മേന്നെ. പരമാനന്ദം സാറേ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. ഇവനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. വൈകി GM ആയി വരുന്ന ആൾ അവിവാഹിതനായിരിക്കണം, സുന്ദരനായിരിക്കണം, നായരായിരിക്കണം, കുടുംബത്തിൽ പിറന്നവനായിരിക്കണം. ഇതൊക്കെ പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ? എടോ, ഇതെന്താണോ ജനറൽ മാനേജർ സെലക്ട് ചെയ്യാനുള്ള പരസ്യോ അതോ കല്യാണ പരസ്യോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. നോക്ക്. കല്യാണക്കാരും കൂടി മുതലാളിയുടെ മനസ്സിലുണ്ടെന്ന് കൂട്ടിക്കോ. ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ചെക്കനാണെങ്കിൽ സൂര്യമോളെ കെട്ടിച്ചു കൊടുക്കാലോ. അപ്പൊ അതായിരുന്നല്ലേ മനസ്സിൽ? ഇതിന് ഞാനൊരു പങ്കായക്കിണി വെക്കും. മോനെ മണിവർണ്ണ, എടി ചന്ദ്രിയെ, മണിവർണ്ണൻ എന്തി? കിധർ ഗയാ? मैं नहीं जानती. ഓ, ഇവളുടെ ഒരു മുടിഞ്ഞ ഹിന്ദി. എടി, നീ എനിക്ക് ജനിച്ചതോ അതോ ഏതോ ഇന്ത്യക്കാരൻ ജനിച്ചതോ? സ്വാതന്ത്ര്യ സമര സേനാനി എന്റെ മുത്തച്ഛനെ പോലെ ഞാൻ ഹിന്ദിയിൽ PhD എടുക്കണമെന്ന് പറഞ്ഞ് കുട്ടിക്കാലം മുതലേ എന്നെ ഹിന്ദി പഠിപ്പിച്ച പിതാജിയല്ലേ? അതെ, നിന്റെ പിതാജിനോടും മാതാജിനോടൊന്നും വിളമ്പാനല്ല, നോക്കിയൊക്കെ ഏട്ടനെ വിളിച്ചോണ്ട് പോടി. ദൈവമേ, ഇങ്ങനെ ഒരു കല്യാണം നടന്ന ആ നിമിഷം എന്റെ മോൻ തോന്നിച്ചാവൂ. ഊണിലും ഉറക്കത്തിലും സൂര്യ സൂര്യ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കാൻ പറ. ആ മോഹം നടക്കാൻ പോണില്ല. വാഷകളെ, എടി, ഞാൻ ഹാർട്ട് പേഷ്യന്റാ. പോയി വിളിച്ചോണ്ട് വാടി മണിവർണ്ണ.